ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം, ദശകം 36, പരശുരാമചരിതം. അത്രിക്കും മാനസൂയയ്ക്കും പിറന്നൊരു ദത്താത്രേയൻ നിവൃത്തി മാർഗം ഗ്രഹിച്ചു ചരിക്കും കാലം. കാർത്തവീര്യാർജനോനകി അഷ്ടൈശ്വര്യ സിദ്ധിവരം അന്ത്യത്തിങ്കൽ നിഗ്രഹിക്കും എന്നും പറഞ്ഞു. വരത്തെ സത്യമാക്കാനായി വൈകുണ്ഠനാഥനം ഹരി ഭൃഗുവംശത്തിൽ രാമനായി അവതരിച്ചു. പിതാവാകും ജമദഗ്നി മാതാവാകും രേണുകയും അത്യധികം സന്തുഷ്ടരായി പുത്രലാഭത്താൽ പിതൃവാക്യം കേട്ടു അമ്മയെയും സോദരന്മാരെയും കൊല ചെയ്തു വല്ലോ രാമൻ അനായാസേന. അവരുടെ ജീവനായി അച്ഛൻ തന്നെ വരം നൽകി, അമ്മയും വാരങ്ങൾ നൽകി ഭൃഗുരാമന്. അച്ഛനാലാനയിച്ചോരോ കാമധേനുവിനോടൊപ്പം കൈലാസത്തിലെത്തി രാമൻ ശിവസന്നിധി. വെൺമാഴുവും ദിവ്യാസ്ത്രവും അനുഗ്രഹിച്ചേകി ദേവൻ അതീവ ബലവാനായി പരശുരാമൻ. അനുപമ സൽക്കാരങ്ങൾ സ്വീകരിച്ച കർത്തവീര്യ രാജനു കാമധേനുവിൽ മോഹമുദിച്ചു. പശുക്കുട്ടിയെ കവർന്നു ബലാത്കാരേണ രാജൻ ജമദഗ്നിയെ വാധിച്ചു ക്രുദ്ധനായി രാമൻ. ശുക്രനാൽ ജീവിക്കപ്പെട്ടു രാമതാതൻ ജമദഗ്നി. കോപത്താലെ വിറകൊണ്ടു ഭാർഗവരാമൻ മാഹിഷ്മതിപുരത്തെത്തി തേരിലേറി രാമൻ താനും. അപേക്ഷ നിരസിച്ച നേരം യുദ്ധം തുടങ്ങി. പുത്രന്മാരും സേനകളും സുഹൃസമൂഹവുമായി കാർത്തവീര്യാർജുനൻ താനും യുദ്ധം ചെയ്യവേ രാമൻ തൻ്റെ മഴുവിനാൽ ശത്രു സൈന്യം നിലം പൊത്തി പാഞ്ഞടുത്തു മാഹിഷ്മതി പുരത്തിൽ രാജൻ. രാവണഗർവം തകർത്ത 1000 കാരങ്ങളിലും ആയുധങ്ങളേന്തി രാജൻ യുദ്ധം ചെയ്യവേ സുദർശന ചക്രം പോലും രാമനിൽ നിഷ്ഫലമായി. രാമബാണമേറ്റു രാജൻ നിലം പതിച്ചു. കാർത്തവീര്യപുത്രന്മാരാൽ ജമദഗ്നി കൊല്ലപ്പെട്ടു. നെഞ്ചത്തടിച്ചു കരഞ്ഞു പത്നി രേണുക. ക്ഷത്രിയ നാശം വരുത്താൻ പ്രതിജ്ഞയെടുത്തു രാമൻ. ക്ഷത്രിയ കുലത്തെയാകെ തകർത്തു രാമൻ. സമന്തക പഞ്ചകത്തിൽ പിതൃതർപ്പണവും ചെയ്തു. സമ്പത്തുകളെല്ലാം ദാനം ചെയ്തു ഭാർഗവൻ. സ്വാലനോടു യുദ്ധം ചെയ്തു പരശുധാരിയം രാമൻ. കൃഷ്ണൻ കൊല്ലും എന്നു ചൊല്ലി സനകാദികൾ മഹേന്ദ്രഗിരിയിൽ പോയി തപസ്സനുഷ്ഠിച്ചു രാമൻ. സമുദ്രത്തിൽ മുങ്ങിപ്പോയ ഭൂമിയാകവേ
ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു കേരളത്തെ ഉദ്ധരിച്ച ഭാർഗവരാമാനം ദേവാ സംരക്ഷിക്കേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.